കേരളത്തിൽ MBBS BDS കോഴ്സുകളുടെ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അതിൽ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ഡെൻ്റൽ കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് ഡെൻ്റൽ കോളേജുകളിലെയും ഒക്കെ 2024 MBBS BDS കോഴ്സുകളുടെ ഒന്നാം റൗണ്ട് അലോട്ട്മെൻറ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ കാണാം. 28-ാം തീയതി ഒരു പ്രൊവിഷണൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും അതിൽ ഉണ്ടായിരുന്ന പരാതികൾ പരിഹരിച്ച ശേഷമാണ് ഇപ്പോൾ ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ അലോട്ട്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കുട്ടികളുടെ ഹോം പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഹോം പേജിൽ നിന്ന് കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ എടുക്കാം. അത് നിർബന്ധമായിട്ട് എടുക്കണം. ആ മെമ്മോയിൽ കുട്ടിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ്, കിട്ടിയ കാറ്റഗറി ഏതാണ്, ഫീസ് എത്രയാണ് അടയ്ക്കേണ്ടത് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് മെമ്മോ എടുക്കണം. ആ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രകാരമുള്ള ഫീസ് അടയ്ക്കണം. ഇതൊക്കെയായിട്ട് കോളേജിൽ ജോയിൻ ചെയ്യുകയും വേണം. അലോട്ട്മെൻറ്റ് മെമ്മോ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കാം. അപ്പോൾ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് മെമ്മോയും ഡേറ്റാ ഷീറ്റും ഒക്കെ കോളേജിൽ പ്രിൻസിപ്പലിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ മെമ്മോയിൽ കാണിച്ചിട്ടുള്ള കമ്മീഷണറുടെ പേരിൽ അടയ്ക്കേണ്ട ഫീസ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ അടയ്ക്കാം. ഈ ഫീസ് അടച്ചതിന് ശേഷമാണ് ജോയിൻ ചെയ്യേണ്ടത്. ഈ ഫീസ് അടയ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് 30-ാം തീയതി, അതായത് ഓഗസ്റ്റ് 30 തുടങ്ങി സെപ്റ്റംബർ 5-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ടാവും. സെപ്റ്റംബർ 5-ാം തീയതി വൈകിട്ട് 4 മണിയോടുകൂടി അതിനുള്ള സമയം അവസാനിക്കും. അപ്പോൾ സെപ്റ്റംബർ 5-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളുടെ SC അല്ലെങ്കിൽ ST OEC കാറ്റഗറികൾ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ അങ്ങനെയുള്ളവർക്ക് ആനുകൂല്യം ലഭ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ ഈ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതില്ല. ഇവരാരും ടോക്കൺ ഫീ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നോക്കിയാൽ ഫീ ടു ബി പെയ്ഡ് എന്നുള്ളത് നില്ലെന്നായിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ ഈ പറഞ്ഞ കുട്ടികൾ ആരെങ്കിലും തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മൈനോറിറ്റി സീറ്റോ NRI സീറ്റോ എടുത്താൽ, സ്റ്റേറ്റ് മെറിറ്റ് അല്ലാതെ മൈനോറിറ്റിയോ NRIയോ എടുത്താൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഒരു ആനുകൂല്യവും ഉണ്ടായിരിക്കുന്നതല്ല. അതേപോലെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലെയും ഡെന്റൽ കോളേജുകളിലെയും ഫൈനൽ ഫീസ് നിശ്ചയിച്ചിട്ടില്ലാത്തത് കൊണ്ട് നിലവിൽ 2023-24 വർഷത്തെ ഫീ ആണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. പുതിയ ഫീസ് കോടതി വിധിക്കനുസരിച്ച് ഫിക്സ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന തുക പിന്നീട് അടയ്ക്കുകയും ചെയ്യണം. അതേപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ, മെഡിക്കൽ കോളേജിലും ഡെന്റൽ കോളേജിലുമൊക്കെ ഈ കോഴ്സുകൾക്ക് MBBS BDS കോഴ്സുകൾക്ക് NRI കോട്ടയിൽ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളുടെ കാലാവധി, ഈ വിസയുടെ കാലാവധി സംബന്ധിച്ചുള്ള ഇഷ്യൂസ്, അത് മുമ്പ് കാലാവധി കഴിഞ്ഞ വിസ കൊടുത്തവർക്ക് സാക്ഷ്യപത്രം അഫിഡവിറ്റ് കൊടുക്കാനുള്ള സമയമുണ്ടായിരുന്നു. ആ അഫിഡവിറ്റ് കൊടുത്തിട്ടാണ് ഈ അലോട്ട്മെന്റിൽ അവരെ പരിഗണിച്ചത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുണ്ട് 3-ാം ഘട്ട അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ സമർപ്പണത്തിന്റെ തീയതി അവസാനിക്കുന്നതിന് മുമ്പ്, ഇപ്പോഴല്ല, ഇത് 1-ാം റൗണ്ടാണ്. ഇതുപോലെ 3-ാമത്തെ റൗണ്ടിന്റെ ഓപ്ഷൻ കൺഫർമേഷന് മുമ്പ് ഈ കാലാവധിയുള്ള വിസ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് ആ ന്യൂനത പരിഹരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ NRI കോട്ടയും നഷ്ടപ്പെടും, ആ കോട്ടയിൽ കിട്ടിയ സീറ്റും നഷ്ടപ്പെടും. അതേപോലെ ഒരുപാട് കാറ്റഗറികളുടെ ലിസ്റ്റിൽ കിർത്താഡ്സിന്റെ ക്ലെയിം അല്ലെങ്കിൽ കിർത്താഡ്സിന്റെ വേരിഫിക്കേഷൻ പെൻഡിങ് ആണെന്ന് കാണിക്കുന്നുണ്ടാവും. ഒരുപാട് പേർക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കാറ്റഗറി കിർത്താഡ്സിന്റെ ഫൈനൽ വേരിഫിക്കേഷൻ കഴിഞ്ഞിട്ടേ തീരുമാനമാവും. അപ്പോൾ കിർത്താഡ്സിന്റെ പരിശോധനയുടെ അന്തിമ ഫലം വന്നിട്ടായിരിക്കും ഇവരുടെ റിസൾട്ട് അല്ല സീറ്റ് കൺഫേം ആവുക. ഇപ്പൊ നിലവിൽ കിട്ടിയിരിക്കുന്ന അലോട്ട്മെന്റ് താൽക്കാലികമാണ്. സപ്പോസ് ഒരു റിസർവേഷനിൽ കിട്ടുന്ന കുട്ടിക്ക് പിന്നീട് കിർത്താഡ്സിന്റെ പരിശോധനയിൽ ആ റിസർവേഷൻ ബാധകമല്ല എന്ന് കണ്ടാൽ പുറത്താവുമെന്നാണ് അർത്ഥം. ഇനി അതല്ല, വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സീറ്റ് കൺഫേം ആവുകയും ചെയ്യും. അതേപോലെ MBBS BDSന്റെ 2-ാം ഘട്ട അലോട്ട്മെന്റ്, ഇതിപ്പോൾ 1-ാമത്തേതാണ്. അതിന്റെ വിജ്ഞാപനം പിന്നീട് പ്രസിദ്ധീകരിക്കൂ, ഇപ്പോഴല്ല, പിന്നീട് വരുന്നുണ്ട്. അപ്പൊ അത് വരുമ്പോൾ ഈ 2-ാം ഘട്ട അലോട്ട്മെന്റിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താം, നിലവിലുള്ള ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാം, ആവശ്യമില്ലാത്ത റദ്ദ് ചെയ്യാം. ഇതിനൊക്കെയുള്ള ഫെസിലിറ്റി തരും. അത് 2-ാമത്തെ അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ തരാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് 5-ാം തീയതി 4 മണിക്ക് മുമ്പ് പ്രവേശനം കിട്ടാത്ത എല്ലാ കുട്ടികളുടെയും അലോട്ട്മെന്റ് നഷ്ടപ്പെടും. ആ സ്ട്രീമിലെ ഹയർ ഓപ്ഷൻസ് എല്ലാം നഷ്ടപ്പെടും. ഇനി അതുപോലെ തന്നെ അഡ്മിഷൻ എടുത്തതിന് ശേഷം, അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ആ അഡ്മിഷൻ നഷ്ടപ്പെട്ടു, ഹയർ ഓപ്ഷൻസും പോയി. ഇനി അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ TC തിരിച്ചു വാങ്ങിയാലും രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചു തരില്ല, റീഫണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റിൽ ഒരു ഡേറ്റാ ഷീറ്റ് എന്നൊരു ഡോക്യുമെന്റ് ഉണ്ടാവും. അതായത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ എന്നൊരു ലിങ്ക് ഉണ്ടാവും, ഡേറ്റാ ഷീറ്റ് എന്നും ഉണ്ടാവും. ഇതാണ് ഡേറ്റാ ഷീറ്റ്. കുട്ടിയുടെ റോൾ നമ്പർ, അപ്ലിക്കേഷൻ നമ്പർ, പേര്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, പിന്നെ ഇതിന്റെ താഴേക്ക്
ഓൾ ഇന്ത്യ റാങ്ക്, സ്റ്റേറ്റ് റാങ്ക് ഒക്കെ കാണിക്കുന്ന ഒരു ലിസ്റ്റാണ്. ഇതാണ് ഡേറ്റ ഷീറ്റ്. കുട്ടി എന്തിനൊക്കെ അപ്ലൈ ചെയ്തിരുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു ബേസിക് ഡേറ്റയാണിത്. ഇത് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്യണം. അതേപോലെ ഇതാണ് അലോട്ട്മെന്റ് മെമ്മോ. ഈ അലോട്ട്മെന്റ് മെമ്മോ നോക്കിയാൽ അലോട്ട്മെന്റ് മെമ്മോയുടെ തുടക്കത്തിൽ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും, റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, പേര്, മെഡിക്കൽ റാങ്ക്, ഏത് കോഴ്സിനാണ്, ഏത് കോളേജിലാണ്, ഏത് ടൈപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഈ എക്സാമ്പിൾ ഈ കുട്ടിയുടെ നോക്കിയാൽ MBBS ആണ്, ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ്, സീറ്റ് ടൈപ്പ് സ്റ്റേറ്റ് മെറിറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഉള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് പേർക്ക് എപ്പോഴും സംശയം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, അതായത് കോഴ്സ് ഫീ. ഈ കോളേജിൽ നിങ്ങൾ അടയ്ക്കേണ്ട കോഴ്സ് ഫീ 23,150 രൂപയാണ്. ഇപ്പൊ നിങ്ങൾ അടയ്ക്കേണ്ടത് 18,150 രൂപയാണ് ഈ കുട്ടി അടയ്ക്കേണ്ടത്. റീസൺ, ഓൾറെഡി കുട്ടി ഒരു 5,000 അടച്ചിരുന്നു, അത് കഴിച്ച് ബാക്കിയുള്ളത് അടച്ചാൽ മതി. ടോട്ടൽ ഫീ ആണ് 23,150 എന്ന് പറഞ്ഞത്. ഇത് പലർക്കും പലതായിരിക്കും. ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് ചെയ്യുന്ന കുട്ടിക്ക് ഇവിടെ കോഴ്സ് ഫീ ഇതായിരിക്കില്ല, ഫീ ടു ബി പെയ്ഡും ഇതായിരിക്കില്ല. ഒരു SC കാൻഡിഡേറ്റ് ആണെങ്കിലും ഇവിടെ ഫീ വ്യത്യാസമുണ്ടാവും. അതായത് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ കോഴ്സ് ഫീൽ എന്ത് കാണിക്കുന്നോ ഇതാണ് നിങ്ങൾ ആകെ അടയ്ക്കേണ്ടത്. അതിൽ ഇവിടെ ഫീ ടു ബി പെയ്ഡ് ടു CA എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ അടയ്ക്കേണ്ടത്. ഓൾറെഡി പെയ്ഡ് നിങ്ങൾ അടച്ചു പോയതാണ്. അതായത് ഒരിക്കൽ കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്രയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്, എന്നാണ് അടയ്ക്കേണ്ടത്. ഓഗസ്റ്റ് 30 തുടങ്ങി സെപ്റ്റംബർ 5 വരെയുള്ള സമയത്താണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. എങ്ങനെ? നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാം, ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയും അടയ്ക്കാം. ജോയിനിങ് ഡേറ്റ് ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്തിട്ടുണ്ട്, 4 മണി, സെപ്റ്റംബർ 5 വൈകിട്ട് 4 മണിക്ക് മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. ഇനി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത്തെ ഡോക്യുമെന്റ് ആണ് ഡേറ്റ ഷീറ്റ്. ഞാൻ മുമ്പ് കാണിച്ച ഡേറ്റ ഷീറ്റ് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് കിട്ടും. രണ്ടാമത്തേത് അലോട്ട്മെന്റ് മെമ്മോ ഓഫ് ദിസ് ഫേസ്, അതും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് കിട്ടും. സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന SSLC ബുക്കോ ബർത്ത് സർട്ടിഫിക്കറ്റോ കൊണ്ടുപോകാം. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് TC നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒറിജിനൽ മാർക്ക് ഷീറ്റ്, +2 ഒറിജിനൽ മാർക്ക് ഷീറ്റ്, NEET UGയുടെ സ്കോർ കാർഡ്, അതേപോലെ അഡ്മിറ്റ് കാർഡും. ഈ NEET UGയുടെ നിങ്ങൾ 2024 NEET UGയുടെ സ്കോർ കാർഡും അതുപോലെ അഡ്മിറ്റ് കാർഡും എടുത്തേക്കുക. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് എല്ലാവർക്കും ബാധകമല്ല, പുറമെയൊക്കെ പഠിച്ചു വന്നവർക്ക് മാത്രമാണ് ബാധകം. അതുപോലെ ഫീ റെസിപ്റ്റ് ഓഫ് ദ ഫീ റെമിറ്റഡ്, അതായത് ഇപ്പൊ നിങ്ങളോട് അടയ്ക്കാൻ CE പറഞ്ഞിരിക്കുന്ന തുകയിലെ ആ തുക അടച്ചതിന്റെ ഫീ ആണ് വേണ്ടത്. പിന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് കേരള ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, CBSE, ICC അങ്ങനെയുള്ള സിലബസുകളിൽ അല്ലാതെ പഠിച്ച് മറ്റ് സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു വന്നവര് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണം. അതേപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് മുമ്പ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ അതിന്റെ ഒരു ഫോർമാറ്റ് ഇട്ടിരുന്നു. അതായത് നമ്മുടെ ടീമിന്റെ പ്രോസ്പെക്ടസിൽ അനെക്സറിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ ഫിസിക്കൽ ഫിറ്റ്നസ് എടുക്കാം. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഒരു സർജൻ അല്ലെങ്കിൽ ഡോക്ടറോട് വേണം വാങ്ങാൻ. നിങ്ങളൊരു താലൂക്ക് ആശുപത്രിയിലോ ഒരു ഹെൽത്ത് സെന്ററിലോ പോയാൽ അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഒരു ഡോക്ടറോടാണ് ഇത് നിങ്ങൾ വാങ്ങി സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ ഫോർമാറ്റ് ഞാൻ മുമ്പ് ഇട്ടിരുന്നു, ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഇനി ഒറിജിനൽ ഓഫ് ഓൾ ഡോക്യുമെന്റ്സ് ഓർ സർട്ടിഫിക്കറ്റ് അപ്ലോഡഡ് ഡ്യൂറിംഗ് ദ ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ ആപ്ലിക്കേഷന്റെ സമയത്ത് അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെന്റും. ഇപ്പൊ കുട്ടി NCL ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, വില്ലേജിൽ നിന്നുള്ളതാണ് NCL വില്ലേജിലേതാണ് വേണ്ടത്. അതേപോലെ കുട്ടി EWS കാറ്റഗറി ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതും വില്ലേജിലേതാണ് വേണ്ടത്. ഇനി കുട്ടി ഒരു SC കാൻഡിഡേറ്റോ STO ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇത് വേണ്ടത് താലൂക്കിൽ നിന്നാണ്. അതേപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഉണ്ടാവണം. അതാണ് 11ാമത്തെ ഡോക്യുമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇനി അതർ ഡോക്യുമെന്റ് റിക്വയർഡ് ഇൻ അലോട്ട്മെന്റ് ആസ് പെർ നോട്ടിഫിക്കേഷൻ. ഇനി അതല്ലാത്ത സ്പെഷ്യൽ റിസർവേഷൻ ആഗ്രഹിക്കുന്ന, അതായത് ഇപ്പൊ സർവീസ് ഡിഫൻസ് ഹാർനസ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ റിസർവേഷൻ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഒറിജിനൽ ഡോക്യുമെന്റും ഉണ്ടാവണം. ഇത്രയും ഡോക്യുമെന്റ് നിങ്ങൾ അലോട്ട്മെന്റ് സമയത്ത് ഹാജരാക്കേണ്ടതുണ്ട്. ഇനി ഡോക്യുമെന്റുകളുടെ കാര്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇതിപ്പോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് നിന്ന് പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻ ആണ്. അവിടെ ആവശ്യമുള്ളത് പറഞ്ഞിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് ഓഫ് എൻട്രൻസ് എക്സാം. അപ്പോൾ അപ്പുറത്ത് നിങ്ങളോട് സ്കോർ കാർഡേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ ഇവിടെ നിങ്ങളോട് അഡ്മിറ്റ് കാർഡ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അഡ്മിറ്റ് കാർഡ് കൂടി എടുക്കണം. അലോട്ട്മെന്റ് മെമ്മോ, അത് നമ്മൾ ഓൾറെഡി അപ്പുറത്തും പറഞ്ഞതാണ്. ഡേറ്റ ഷീറ്റ്, അതും അവിടെ നമ്മൾ പറഞ്ഞിരുന്നു. സ്കോർ ഷീറ്റ്, അതും പറഞ്ഞിരുന്നു. ഇനി 10th സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ കോളേജിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്ത് നിങ്ങൾ അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിട്ടില്ല, അപ്പോൾ അതും എടുക്കണം. പിന്നെ പാസ് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ +2 മാർക്ക് ഷീറ്റ് ആയാലും മതി, പാസ്സായി എന്നുള്ളതിന്റെ പ്രൂവ് ചെയ്യുന്ന. പിന്നെ മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാം, അതും +2 തന്നെ. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് പറഞ്ഞു. കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അതായത് അവസാനം ഒരു ലാസ്റ്റ് 6 മന്തിൽ 6 മാസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്ത, അതായത് 6 മാസത്തിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് സ്കൂളിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഗസറ്റഡ് ഓഫീസറോട് വാങ്ങി ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണം.
മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്പുറത്ത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ സ്റ്റാമ്പ് സൈസ് ഫോട്ടോഗ്രാഫ് 2 കോപ്പിയാണ്. അപ്പൊ നിങ്ങൾ അന്ന് അപ്ലിക്കേഷന് വേണ്ടി നീറ്റിന്റെ അപ്ലിക്കേഷനും കീമിന്റെ അപ്ലിക്കേഷനും ഒക്കെ പേസ്റ്റ് ചെയ്ത് അതേ ഫോട്ടോ തന്നെയായിരിക്കണം. അതിന്റെ സ്റ്റാമ്പ് സൈസ്, പാസ്പോർട്ട് സൈസ്, സഫീഷ്യന്റ് ഫോട്ടോ നിങ്ങൾ ഡ്രൈവിലോ മറ്റോ സൂക്ഷിക്കുക. ആവശ്യമുള്ള കോപ്പി നിങ്ങൾക്ക് പുറത്തുനിന്നാണെങ്കിൽ എടുത്തു കൊടുക്കാം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് വാക്സിനേഷൻ. HBV, MMR, ചിക്കൻ പോക്സ്, ഇതിന്റെ 3ന്റെയും വാക്സിനേഷൻ ആണ്. ചെറുപ്പത്തിൽ എടുത്ത വാക്സിൻ ഒന്നും പറ്റില്ല, ഈ റീസെന്റ് എടുത്ത വാക്സിൻ തന്നെ വേണം. അപ്പൊ അത് നിങ്ങൾ അഡ്മിഷന്റെ സമയത്ത് ചെല്ലുമ്പോൾ അതൊരു മാൻഡേറ്ററി ഡോക്യുമെന്റ് അല്ല. ഇതില്ലാത്തതിന്റെ പേരിൽ നിങ്ങളുടെ അഡ്മിഷൻ റദ്ദാവില്ല. പകരം നിങ്ങൾക്ക് സമയം തരും, ഒരു 15 ദിവസം അല്ലെങ്കിൽ അടുത്ത വരവില് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് അറിയിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അതിപ്പോൾ തിരക്ക് പിടിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 3 വാക്സിനാണ് എടുക്കേണ്ടത്. അങ്ങനെ വാക്സിൻ എടുത്ത് ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹെൽത്ത് സെന്ററിൽ പോയിട്ടാണെങ്കിലും എടുക്കാം. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഞാൻ അപ്പുറത്തും പറഞ്ഞിരുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ അതിന്റെ ഡോക്യുമെന്റ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നു. അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കീമിന്റെ പ്രോസ്പെക്ടസ് അവൈലബിൾ ആണ്, അത് ഉപയോഗിച്ചും ഫിസിക്കൽ ഫിറ്റ്നസ്. അതും അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരാളോട് വേണം വാങ്ങാൻ. ഫീ അടച്ചതിന്റെ റെസിപ്റ്റ്, പിന്നെ SC/ST ഒക്കെ ആണെങ്കിൽ അവരുടെ ഡോക്യുമെന്റ്, അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അതിൻ്റെത്. പിന്നെ ബോണ്ട്, ഇത് പറയുന്നത് ബോണ്ട് അതിൽ സ്റ്റുഡൻസ് ആർ ഡയറക്ട് ടു ഗെറ്റ് കേരള സ്റ്റാമ്പ് പേപ്പർ പ്രിന്റഡ് ഫ്രം ലേണിംഗ് റിസോഴ്സ് സെന്റർ അറ്റാച്ച്ഡ് ടു ദ കോളേജ്. അതായത് ക്യാമ്പസിൽ തന്നെ നിങ്ങൾക്കത് വാങ്ങാനുള്ള സൗകര്യം കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് ബോണ്ടിന്റെ കാര്യത്തെക്കുറിച്ച് കോളേജിൽ ഒന്ന് വിളിച്ചു ചോദിച്ചേക്കാം. ഇല്ലെങ്കിൽ കോളേജിൽ ചെന്നതിന് ശേഷം പുറത്ത് നിങ്ങൾ ഇറങ്ങിയാലും അല്ലെങ്കിൽ കോളേജിന്റെ ക്യാമ്പസിനുള്ളിൽ തന്നെയും നിങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ പുറത്തിറങ്ങിയാണെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ്. അത് അവിടെ ചെന്നിട്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഡോക്യുമെന്റ് അപ്പുറത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഒറിജിനൽ ഓഫ് ഓൾ ഡോക്യുമെന്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്, ഇത് എല്ലായിടത്തും പറയും. കാരണം അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ അഡീഷണൽ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം കൊണ്ടുപോകണം. ഇനി ആ ഫീയുടെ ഡീറ്റെയിൽ നോക്കുക. ട്യൂഷൻ ഫീ 23,150 ആണ്. പിന്നെ മിസലേനിയസ് ഫീയും യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷനും എല്ലാം കൂടെ ചേർത്ത് 31,570 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. പിന്നെ എക്സ്ട്രാ അടയ്ക്കേണ്ടതുണ്ട്. ലൈബ്രറി ഫീസും PTA ഫണ്ടും ഒക്കെ എക്സ്ട്രാ വരുന്നതാണ്. ഇതൊക്കെ എല്ലാവർക്കും ബാധക. ഇനി SC/ST OEC കാൻഡിഡേറ്റുകൾക്കാണെങ്കിൽ നിങ്ങളുടെ ട്യൂഷൻ ഫീ E-Grants വഴി കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഡോക്യുമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്യുകയും E-Grants അപേക്ഷിക്കുകയും വേണം. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ പറയുന്നത് ഓൾ സ്റ്റുഡൻസ് ആർ ഡയറക്റ്റഡ് ടു ടേക്ക് സഫീഷ്യന്റ് കോപ്പീസ് ആൻഡ് സ്കാൻഡ് കോപ്പീസ് ഓഫ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. അവിടെ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റുകളുടെയും സഫീഷ്യന്റ് കോപ്പി എടുക്കുക. അതിന്റെ ഒരു സ്കാൻഡ് ഇമേജ് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചേക്കുക. കാരണം ഇനി ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് തരില്ല. അതുകൊണ്ട് അതിന്റെ സഫീഷ്യന്റ് കോപ്പി എടുക്കുക, സ്കാൻഡ് ഇമേജും കയ്യിൽ സൂക്ഷിക്കുക. ഫീ പേയ്മെന്റ് നിങ്ങൾക്ക് വേണം UPI മോഡ് ഉപയോഗിച്ചും ചെയ്യാം. ക്യാഷായി കൊണ്ടുപോകണമെന്നില്ല. നിങ്ങൾക്ക് ഗൂഗിൾ പേ പോലുള്ള മോഡ് ഉപയോഗിക്കാവുന്നതാണ് അവിടെ. അപ്പോൾ ഓൾമോസ്റ്റ് അഡ്മിഷന് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇതിന്റെ എൻഡിൽ എന്റെ നമ്പർ ഉണ്ട്, അതിലേക്ക് എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.